അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അഥവാ നമ്മള് സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രം, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും അറിയും എന്നൊക്കെയുള്ള വിശ്വാസപ്രകാരം വിളിച്ചോ ചോദിച്ചോ തേടിയോ അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ഒരു മറുപടി കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തോടടുത്ത സമയത്ത് ജനാസ റൗളയിൽ കടത്താൻ മുത്തുനബിയോട് സമ്മതം ചോദിക്കാൻ വസിയത്ത് ചെയ്തത് റാസി ഇമാം ഉദ്ധരിച്ചു. റാസി ഇമാം മാത്രമല്ല, സുയൂത്തി ഇമാം അടക്കം ഒരുപാട് ഇമാമിയങ്ങള് അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് തൽക്കാലം മൗലവി എന്ന് വയ്യും കൊയ്യാക്കി തരട്ടെ. അപ്പൊ മൂപ്പര് അങ്ങനെ ഉണ്ട് സനദുണ്ട് എന്ന് പറഞ്ഞ്, അല്ലല്ല, സനദ് നിങ്ങളോട് ചർച്ച ചെയ്യൂല, അത് KNM-നോടെ ചർച്ച ചെയ്യുള്ളൂ എന്നാ പറഞ്ഞത്. നിങ്ങളോട് റാസി ഇമാമിന്റെ കിതാബിൽ ശിർക്ക് പ്രചരിപ്പിക്കോ ഇല്ലേ എന്ന നിങ്ങളുടെ അസില് വെച്ചിട്ടാ ഞങ്ങളെ ചർച്ച. ആ അസില് മാറ്റി നിങ്ങൾ KNM-ക്ക് തിരിച്ചു പോണത് വരെ നിങ്ങൾ ആ ചർച്ചക്കേ അവകാശികളുള്ളൂ, അതേ നിങ്ങൾ അർഹതപ്പെടുന്നുള്ളൂ. ഒരു സംഭവം ഉദ്ധരിച്ചു, അതൊന്ന് കേട്ടോളി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണാസന്ന സമയത്ത് മറവ് ചെയ്യാൻ റൗളയിൽ വസിയത്ത് ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ റൗളയിൽ കൊണ്ടുപോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിക്കണം. ഇത് അകത്തു കയറ്റട്ടെ എന്ന് സമ്മതം ചോദിക്കണം. വഫാത്തായി നബിയെ വിളിച്ചിട്ട് സമ്മതം ഉണ്ടെങ്കിൽ പൂട്ടപ്പെട്ട റൗളന്റെ കവാടം തുറക്കപ്പെടും. അപ്പൊ നിങ്ങൾ റൗളയിൽ മറവ് ചെയ്യണം. സമ്മതല്ലെങ്കിലോ റൗളന്റെ കവാടം തുറക്കപ്പെടൂല, നിങ്ങൾ എന്നെ ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോകണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് കടക്കാൻ കുതിച്ച് വഫാത്തായ ഹബീബിനോട് കേട്ടല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു വസിയത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ ചെന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പോ ആ റൗളയുടെ വാതിലുകൾ തുറന്നു കിട്ടിയാൽ എന്നെ നിങ്ങൾ അവിടെ മറവ് ചെയ്യണം, അല്ലെങ്കിൽ ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോയി മറവ് ചെയ്യണം. ഇതൊക്കെയാണ് റാസി ഇമാം പഠിപ്പിച്ചത്. ഈ സംഭവം ഉദ്ധരിച്ചിട്ട് മൂപ്പര് പറയുന്നുണ്ട്, അതിന്റെ സെനത് കേടാന്ന് പറഞ്ഞു വരണ്ട. അതെ, അത് നിങ്ങളോടാ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, KNM-മാരോട് ഞങ്ങൾ അതിന്റെ സനത് വെച്ച് ചർച്ച ചെയ്യും, മടവൂര് മുജാഹിദിനോട് ഞങ്ങൾ അതിന്റെ സനത് വെച്ച് ചർച്ച ചെയ്യുന്ന അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സനത് നിങ്ങൾ ശിർക്കിന്റെ വിഷയത്തിലാ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള തർക്കം, അവിടെയാണ് അതിന്റെ ചർച്ച. നിങ്ങളോട് അതാ ചർച്ച. അപ്പൊ ഉറപ്പായി എന്തോ പ്രശ്നമുണ്ട്. അത് ഉറപ്പില്ലായ്മ അളക്കാനുള്ള മാർഗമല്ല. നിങ്ങളുടെ അസിൽ അതാണ്, ഇമാമിങ്ങളുടെ കിതാബിൽ ശിർക്കുണ്ടാവൂല. അതുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിളിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി റാസി ഇമാം എഴുതി വെച്ചതിൽ ശിർക്കുണ്ടാവൂല. അതാണ് ജിന്ന് മുജാഹിദിന്റെ അസിൽ. എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നിങ്ങളതാണ്. അതെന്താ? ഇമാമിങ്ങളെ കിതാബിൽ ശിർക്കുണ്ടാവൂല എന്നുള്ളൊരു പകുതി നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ ഖുറാഫി വാദങ്ങൾക്ക് ഉണ്ട്. അത് വെച്ചിട്ടാ ഞങ്ങളോട് മറുപടി പറയുന്നത്. പൊന്നാര മുസ്ലിയാരെ, ആ സംഭവത്തിന്റെ സനത് സ്വീകാര്യമാണോ? അതൊക്കെ ഞങ്ങൾ KNM-മാരോട് പറഞ്ഞു കൊടുത്തോളാം, അതൊക്കെ ഞങ്ങൾ മടവൂര് മുജാഹിദിനോട് പറഞ്ഞു കൊടുത്തോളാം. നിങ്ങൾക്ക് സനത് വേണ്ടല്ലോ, മത്തിനിൽ ശിർക്കില്ല എന്ന് പറയാൻ, ആശയത്തിൽ ഇമാമിങ്ങൾക്ക് ശിർക്ക് എഴുതി വെക്കൂല എന്ന് പറയാൻ നിങ്ങൾക്ക് സനത് തപ്പേണ്ട ആവശ്യമല്ല. അതിനാ നിങ്ങൾ KNM-നെ പിളർത്തിയത്. നിങ്ങൾ അവിടെ നിൽക്കി. നിങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ട് അതൊക്കെ ഞങ്ങൾ KNM-മാരെ മുന്നിൽ തെളിയിച്ചുള്ള ധൈര്യം. അങ്ങനെയൊന്നും പ്രകോപിപ്പിച്ച് വഴി മാറ്റണ്ട. നിങ്ങളുടെ അസിലിൽ നിന്നിട്ട് സംസാരിക്കും. ഒരു കല്ല് നിങ്ങൾ മുന്നേറിഞ്ഞു, ആ ഏറുങ്ങളെ അണ്ണാക്ക് കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞ വിഷയത്തേക്ക് വരാത്തത്. ഇമാമിങ്ങളെ കിതാബിൽ ശിർക്ക് ഉണ്ടാകുമോ? ഉണ്ടാവൂലേ? റാസി ഇമാം സൂഫി പണ്ഡിതനാണോ? റാസി ഇമാമിന്റെ കിതാബ് ശിർക്ക് പ്രചരിപ്പിച്ച സൂഫി കിതാബാണോ? നിങ്ങൾ ഇവിടെ പറഞ്ഞതെന്താ? സൂഫി കിതാബ് അല്ലാത്ത അഹ്ലുസുന്നന്റെ ഇമാമിങ്ങളെ കിതാബ് നോക്കിയ തൗഹീദ് റെഡിയാവുന്നല്ലേ? ഞങ്ങൾ അങ്ങനെ നോക്കിയതാ റാസി ഇമാമിന്റെ കിതാബ്. അപ്പോഴാ ഞങ്ങൾ അതിൽ കണ്ടത് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുന്നത്. പറയുന്ന മറുപടി അതങ്ങൾ അസ്ല അവിടെ നിൽക്ക്. ആ ഞങ്ങൾക്ക് ഒരു ഗുണ അത് മനസ്സിലാകുന്നുണ്ട്. ഈ മറുപടി വയലുമ്പോ എന്താ അറിയോ, നിങ്ങൾ എന്നെ വ്യംഗ്യമായിട്ടൊന്ന് പറഞ്ഞു. എന്തോ പച്ചക്ക ഞാൻ പറഞ്ഞത് നിങ്ങൾ അസിൽ ഇമാമിങ്ങളെ കിതാബിൽ ശിർക്ക് ഉണ്ടാവൂല എന്നാ. ഇമാമിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കൂല എന്നാണ്. അങ്ങനെ ഒരു ഇമാമിന്റെ കിതാബിൽ ശിർക്ക് ഉണ്ടായാ പിന്നെ ആ ഇമാമിനെ ഇമാം എന്ന് പറയാൻ പറ്റൂല എന്നാ നിങ്ങൾ അസില്. അത് ഞാൻ പച്ചക്ക അവിടെ പറഞ്ഞു. എന്താ എങ്ങ തൊടാഞ്ഞത്? ഒരു കുഴപ്പം അതിനുണ്ട്. ഒരു കുഴപ്പമുണ്ട് എന്നല്ല, നിങ്ങൾക്ക് കുഴപ്പമുണ്ട് എന്നാ പറഞ്ഞു. കുഴപ്പമില്ല, നല്ല കുഴപ്പ. ഉറപ്പല്ലേ? മുജാഹിദായി നിൽക്കാൻ പറ്റും നിങ്ങളെ യൂസിലേറ്റ്. നിങ്ങൾ ഇമാം
ഇമാമിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മുജാഹിദാകാൻ പറ്റുമോ? അതൊരു നല്ല കുഴപ്പമല്ലേ? എന്നിട്ട് മൗലവി ഞാൻ ഇവിടെ ഉദ്ധരിച്ച റാസി ഇമാമിന്റെ കിതാബുണ്ട്, ആ കിതാബ് മൂപ്പര് തോട്ടിലെറിയണമെന്നാ പറയുന്നത്. ആ കിതാബിൽ ശിർക്കുണ്ട് എന്നാണ് പറയുന്നത്. ഓ മുജാഹിദുകളെ, ജിന്നുകളെ, ഇമാമിങ്ങളെ കിതാബിൽ ഇമാമിങ്ങൾ ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് വിശ്വസിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തേ ആ ഇബാദുള്ളയിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞുകൂടെ? എന്തിനാ പിന്നെ അതിന്റെ പേരിൽ നിങ്ങൾ കേന്നമിനെ പിളർത്തിയത്? മറുപടി പറ. മൗലവി തുടരട്ടെ. റാസി ഇമാമുമായി ബന്ധപ്പെട്ട് ഞാൻ ഉദ്ധരിച്ച കിതാബിൽ റാസി ഇമാമിന്റെ കിതാബിനോടുള്ള നിലപാട് മൗലവി വിശദീകരിക്കാൻ. എവിടുന്നാ നിങ്ങൾക്ക് ആ ദുർബലമായ സംഭവം കിട്ടിയത്? റാസി ഇമാമിന്റെ കിതാബെന്ന് ഇത് മൗലവി ചോദിച്ചതിന്റെ ശേഷമാണ് ഞാൻ പ്രസംഗത്തിൽ റാസി ഇമാമിനെ കോട്ട് ചെയ്തിക്കണല്ലോ എന്ന് മനസ്സിലാണ്. മൂപ്പര് ബേ സ്റ്റെപ്പ് എടുത്തിട്ട് പറഞ്ഞു റാസി ഇമാമിനെ ഇവിടെ പറഞ്ഞിക്കണ്. ഇമാം റാസിന്റെ കിതാബിലുണ്ട്, നിങ്ങൾ പറയും, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസിയെ ആരാ? ഇമാം റാസി പക്ക ഖുറാഫാത്ത് എഴുതി വെച്ച മനുഷ്യൻ അല്ല ചങ്ങായിമാരെ. ഈ സംഭവം AP ഉസ്താദ് വിശ്വസിച്ച ഖുറാഫാത്തും റാസി ഇമാമ് വിശ്വസിച്ച അത് ഇമാമും ആകണത് എങ്ങനെയാ? ഇതൊക്കെ എന്ത് പരിപാടിയാ? നിങ്ങൾ ഒന്നിരിക്കുന്നത് ഈ കാന്തപുരം ഉസ്താദ് ഇത് വിശ്വസിക്കണോണ്ട് കാന്തപുരം ഉസ്താദും ഖുറാഫിയാണ്, ഇത് എഴുതി പഠിപ്പിച്ചതുകൊണ്ട് റാസി ഇമാമും ഖുറാഫിയാന്ന് പറഞ്ഞ് നമുക്ക് മടങ്ങിപ്പോ എന്നിട്ട് സനത് ചോദിക്ക്. അപ്പോഴാണ് ആ ചർച്ചയ്ക്ക് വരിക. റാസിന്റെന്നല്ല, ഏത് കിതാബിലും സ്വഹിയായ ഒരു സംഭവം അല്ലെങ്കിൽ ആർക്കാ അത് വേണ്ടത്? ശിർക്കുണ്ടോ എന്ന് പറ. അതിൽ ശിർക്കുണ്ടോ എന്ന് പറയാ. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണശേഷം വിളിച്ച് റൗളയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കയറ്റാൻ അനുമതി ചോദിക്കണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തത് സിറാജിൽ വന്ന ലേഖനമല്ല, കാന്തപുരം ഉസ്താദിന്റെ പുസ്തകത്തിലുള്ള ലേഖനമല്ല, പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിലുള്ളതല്ല. നിങ്ങളും ഇമാം എന്ന് പറയുന്ന റാസി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിലുള്ളതാണ്. അതുപോലെ അനേകം ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. ഓ ജിന്ന് മുജാഹിദീങ്ങള്, യാ ഇബാദല്ലാഹി എന്ന ഹദീസ് ദുർബലമാണ്, സനദ് ദുർബലമാണ്. പക്ഷേ സനദ് ദുർബലമാണെങ്കിലും കാണാത്തവരെ കാണാത്ത വഴിയിലൂടെ സഹായം തേടുന്ന പ്രാർത്ഥനാ പരിധിയിൽ അതിന്റെ മത്തിന് വന്നാലും അതിൽ ശിർക്കുണ്ടെന്ന് പറയാൻ പാടില്ല. പറഞ്ഞാൽ ഇമാമിയങ്ങൾ ശിർക്ക് പ്രചരിപ്പിച്ചവരാകും. അപ്പൊ പിന്നെ ഇസ്ലാമിന്റെ പ്രമാണം മുഴുവനും മുശ്രിക്കീങ്ങൾ പഠിപ്പിച്ചു എന്ന് വരും എന്ന ഉസൂലിൽ കെട്ടിപ്പടുത്ത ജിന്ന് മുജാഹിദിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്ന മുജാഹിദ്, പറയൂ, റാസി ഇമാം ശിർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതനാണോ? അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? അഹ്ലുസുന്നയുടെ നിലപാട് വേറെ പറയാ. ജിന്ന് മുജാഹിദിന്റെ നിലപാട് എന്താ? അത് ജിന്ന് മുജാഹിദിന്റെ ഫൗണ്ടറായ സക്കരിയ സ്വലാഹി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇമാമിങ്ങളെ കിതാബിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ പാടില്ല. പറഞ്ഞാൽ ആ ഇമാമിങ്ങളെ പിന്നെ ഇമാം എന്ന് വിളിച്ചാൻ പറ്റൂല, വിശ്വാസ്യത പോയില്ലേ. അവരുടെ കിതാബ് പിന്നെ തൊടാൻ പറ്റൂല. ഇതാണ് നിങ്ങളെ ഉസൂല്. അത്